ഹായ് ഡിയേഴ്സ്, മഹാലക്ഷ്മി ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജാനകിയാണെങ്കിൽ സ്വയമായിട്ട് ശപിക്കുകയും കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അതേ സമയത്ത് ലേഖ പറയുന്നുണ്ട്, ഇപ്പോഴാണെങ്കിൽ മഹിയുടെ കോള് വരും കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട്. ഞാൻ എവിടെ നിന്നെടുത്ത് കുഞ്ഞിനെ കാണിക്കാനാണ്, നിങ്ങൾ എനിക്ക് പറഞ്ഞു താ ജാനമ്മ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ലേഖയാണെങ്കിൽ. ഇനിയിപ്പോൾ എന്താ ചെയ്യുക എൻ്റെ ഈശ്വര എന്ന് പറഞ്ഞ് പൊട്ടിക്കരയുന്ന ആ നിമിഷത്തിൽ തന്നെയാണ് മഹാലക്ഷ്മിയുടെ കോള് ലേഖയുടെ ഫോണിലോട്ട് വരുന്നത് തന്നെ. മഹിയുടെ കോള് കണ്ടതും ലേക്കാണെങ്കിൽ ടെൻഷൻ ഇരട്ടിയായതുപോലെ തന്നെയാണ്. മഹിയെ എങ്ങനെയാണ് ഞാൻ ഇനി എന്തൊക്കെ പറഞ്ഞിട്ടാണ് വിശ്വസിപ്പിക്കേണ്ടത്, എനിക്കൊന്നും അറിയില്ലല്ലോ ഈശ്വര എന്ന് പറഞ്ഞ് ആ കോള് കട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ ലേഖയാണെങ്കിൽ കോൾ എടുക്കാത്തത് കൊണ്ട് മഹിക്കാണെങ്കിൽ എന്തോ ഒരു പന്തികേട് തോന്നുന്നുണ്ട്. മനസ്സിനാണ് എന്തോ പോലൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട്. സ്വന്തം കുഞ്ഞിനെ കാണാതായ വിവരം സ്വന്തം അമ്മ അറിയാത്തൊരവസ്ഥയിൽ തന്നെയാണ് മഹിയാണെങ്കിൽ. അങ്ങനെ ലേഖയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയാത്തൊരു നിസ്സഹായാവസ്ഥയിലാണ് ലേഖയും നിൽക്കുന്നത്. എന്നാൽ മഹിയാണെങ്കിൽ കണ്ണേട്ടനോട് പറയുന്നുണ്ട്, കണ്ണേട്ട ഒരുപാട് നേരമായിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു, കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ കോൾ ചെയ്തത്, ലേഖയെ വിളിച്ചത്. പക്ഷേ ലേഖ ഈ ഒരു സമയമാകുമ്പോൾ ഞാൻ പറയാതെ തന്നെ എന്നെ വിളിക്കുന്നതാണ്. ലേഖയാണെങ്കിൽ എന്നെ വിളിക്കുന്നൊന്നുമില്ല കണ്ണേട്ട. കുഞ്ഞിനെ കാണാതിരിക്കുമ്പോൾ എനിക്കെന്താണെന്നറിയില്ല, മനസ്സിനെന്തോ വല്ലായിക, എന്തോ ഒരു ആപത്ത് വരാൻ വേണ്ടി പോകുന്ന പോലെ എനിക്ക് തോന്നുന്നു കണ്ണേട്ട. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇപ്പം കാണണം എന്നൊക്കെ പറയുന്നുണ്ട് മഹിയാണെങ്കിൽ. നമുക്ക് കാണാം, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, അവർ വീട്ടിൽ തന്നെ ഉണ്ടാവും, അല്ലാതെ എവിടെ പോകാനാ. ലേഖ മറ്റും ഭക്ഷണമോ കുളിക്കാനോ എങ്ങനെയെങ്കിലും പോയി കാണും, അല്ലാതെ ലേഖ കുഞ്ഞിൻ്റെ അടുത്തൊന്നും മാറില്ല. അവൾക്ക് ജാനമ്മയെ വലിയ വിശ്വാസമൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ കൂടെ തന്നെ ഇരുത്തുന്നുണ്ടാവും കുഞ്ഞിനെ. അതുകൊണ്ട് അത് ആലോചിച്ച് നീ പേടിക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ മഹിക്ക് കുറച്ചൊക്കെ സമാധാനമാവുന്നുണ്ട്. എന്നാലും ശരി, നിൻ്റെ ഒരു സമാധാനത്തിന് ഞാൻ എന്താ അനന്തുവിനെ വിളിച്ച് നോക്കാമെന്ന് പറയുന്ന സമയത്ത് അനന്തുവിൻ്റെ ഫോണിലോട്ട് കണ്ണൻ വിളിക്കുന്നുണ്ട്. കണ്ണൻ വിളിക്കുന്ന സമയത്ത് മാർക്കോയും കൂടെ ഉണ്ടായിരുന്നു അനന്തുവിൻ്റെ. അനന്തു ചോദിക്കുന്നുണ്ട് മാർക്കോയോട്, ഇനി എന്താ മാർക്കോ നമ്മൾ ചെയ്യുക, കണ്ണനാണെങ്കിൽ കോൾ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. കുഞ്ഞിനെ കാണുന്നത് വരെ ഇനി അവൻ ആ കോള് നിർത്തുകയില്ല. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും ലേഖ കുഞ്ഞിനെ വീഡിയോ കോൾ ചെയ്ത് കാണിച്ചു കൊടുക്കുന്നതാണ് കണ്ണന്. അതുകൊണ്ട് തന്നെ അവൻ എന്തായാലും കോള് വിളിച്ചുകൊണ്ടേ നിൽക്കും. എനിക്കാണെങ്കിൽ കൈയും കാലും വിറച്ചിട്ടിവിടെ നിൽക്കാൻ പറ്റുന്നില്ല മാർക്കോ, എവിടുന്ന ആ കുഞ്ഞിനെ നമ്മൾ കണ്ടുപിടിക്കാമെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോഴേക്കും മാർക്കോ പറയുന്നുണ്ട്, കോൾ അറ്റൻഡ് ചെയ്യണ്ട, അത് അവിടെ നിന്നോട്ടെ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം മാർക്കോ പറയുന്ന പോലെ തന്നെ അനന്തു അനുസരിക്കുന്നുണ്ട്. കണ്ണൻ്റെ കോള് കട്ട് ചെയ്ത് വിടുന്നുണ്ട്. എന്നതിന് ശേഷമാണെങ്കിൽ ലേഖയുടെ ഫോണിലോട്ട് മാറി മാറി കണ്ണനും മഹിയും വിളിക്കുന്നുണ്ട്. അപ്പോഴേക്കും ലേഖയാണെങ്കിൽ ഇങ്ങനെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് ജാനമ്മയോട് പറയുന്നുണ്ട്, നിങ്ങൾ കാരണമാണ് ഇതെല്ലാം സംഭവിച്ചത്, നിങ്ങൾ ആർക്കാണ് എൻ്റെ കുഞ്ഞിനെ എടുത്ത് കൊടുത്തതെന്ന് സത്യം പറ, എന്ത് വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് തരാം, പൈസയോ എന്ത് വേണമെങ്കിലും തരാം, പക്ഷേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് തിരിച്ചു തരാൻ വേണ്ടി ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. ഇതേ സമയം അനന്തുവിനെ ആണെങ്കിൽ ലേഖ വിളിച്ചു പറയുന്നുണ്ട്, കണ്ണനും മഹി മാറി മാറി എന്നെ വിളിക്കുന്നുണ്ട് അനന്തുവേട്ട, ഞാൻ എന്താ ചെയ്യേണ്ടത്, ഒരെത്തും പിടി എനിക്ക് കിട്ടുന്നില്ല. ഇവരാണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുമ്പോൾ സത്യം പറഞ്ഞ് ഇവരെ കൊല്ലാൻ എനിക്ക് തോന്നുന്നു അനന്തുവേട്ട, എന്നോട് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോവും, എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ കണ്ടെത്തിയാൽ മതിയോ എന്ന് പറയുന്നുണ്ട് ലേഖയാണെങ്കിൽ. അങ്ങനെ അനന്തു ആണെങ്കിൽ ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങുന്നുണ്ട്. കാരണം അനന്തുവിന് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നീലാംബരി മോളെ ആണെങ്കിൽ. അതുകൊണ്ട് തന്നെ അതിനുശേഷമാണെങ്കിൽ മഹിയാണെങ്കിൽ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം വീണ്ടും കണ്ണൻ്റെ അരിയിലേക്ക് പോകുന്നുണ്ട്. ഈ ഒരു സമയമായിട്ടും കണ്ണേട്ട അവർ വിളിച്ചതേ ഇല്ലല്ലോ, എനിക്കെന്തോ പേടി തോന്നുന്നു, കുഞ്ഞിന് എന്തെങ്കിലും സംഭവിച്ചു കാണോ, എന്താ അവൻ കോൾ എടുക്കാത്തതെന്ന് കണ്ണനും പറയുന്നുണ്ട്. അവരിങ്ങനെ ചെയ്യുന്നതല്ലല്ലോ, നമ്മുടെ കോൾ കണ്ടാൽ തിരിച്ച് വിളിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നതല്ലേ, നമ്മൾ പറയാതെ തന്നെ അവർ നമ്മളെ വിളിക്കുന്നതല്ലേ, ഇപ്പം എന്താ അവർ വിളിക്കാത്ത, എന്തോ സംഭവിച്ചെന്ന് എൻ്റെ മനസ്സും പറയുന്നുണ്ട്. താൻ പേടിക്കാതിരിക്കുക, നമുക്ക് എന്തായാലും വീട്ടിലോട്ട് ഉടനെ പോകാം എന്ന് പറയുന്ന സമയത്താണ് അനന്തു അങ്ങോട്ടേക്ക് കോൾ ചെയ്യുന്നത് കണ്ണനെ ആണെങ്കിൽ. കണ്ണനാണെങ്കിൽ ചോദിക്കുന്നുണ്ട്, നീ എന്താടാ കോൾ എടുക്കാത്തത്, ഇത്രയും നേരം നീ എവിടെയായിരുന്നു. മഹിയാണെങ്കിൽ ഒരുപാട് പേടിച്ചിട്ടാണ് ഇവിടെ നിൽക്കുന്നത്, ലേഖയെ വിളിച്ചിട്ട് കോൾ എടുക്കുന്നില്ലല്ലോ, ലേഖ എവിടെയാണ് പോയിരിക്കുന്നത്, പുറത്തു വല്ലതും പോയിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇല്ലടാ, അവൾ വീട്ടിൽ തന്നെ ഉണ്ട്, ഞാനിപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി വന്നതാണ്, കുഞ്ഞ് നല്ല ഉറക്കത്തിലാണെന്നൊക്കെ അനന്തു കള്ളം പറയുന്നുണ്ട്. അവൾ കുഞ്ഞിൻ്റെ അടുത്ത് തന്നെ ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചിലപ്പോൾ അതിൻ്റെ കൂടെ കിടന്ന് അവളും ഉറങ്ങിക്കാണും കുഞ്ഞിൻ്റെ കൂടെ, അതായിരിക്കും കോൾ എടുക്കാത്തതും കാണാത്തതെന്നൊക്കെ പറഞ്ഞ് അനന്തു ആണെങ്കിൽ കുറച്ചു നേരം മഹിയും കണ്ണനെയും കുറച്ചു നേരം സംരക്ഷിച്ച് സംസാരിക്കുന്നുണ്ട്. കാരണം മറ്റൊരു മാർക്കും അനന്തുവിൻ്റെ മുമ്പിലില്ല. മാർക്കോ പറഞ്ഞ നിർദ്ദേശത്തിലാണ് അനന്തു ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് തന്നെ. എന്നാലും മഹിക്ക് ഇതൊന്നും കേട്ടിട്ട് അത്ര തൃപ്തി വരുന്നില്ല. എത്രയും പെട്ടെന്ന് തന്നെ ജോലികളൊക്കെ തീർത്ത് വീട്ടിലോട്ട് പോകണമെന്ന് കണ്ണനോട് മഹി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും പോകാമെന്നും താൻ വിഷമിക്കാതിരിക്കുക, കുഞ്ഞ് അവിടെ തന്നെ ഉണ്ടെന്നും നമ്മുടെ കുഞ്ഞിന് ഒന്നും സംഭവിക്കില്ലെന്നും നമ്മുടെ മഹിയാണെങ്കിൽ മനസ്സിലിങ്ങനെ
വിചാരിക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ പ്രതാപനും മുത്തശ്ശിയാണെങ്കിലും പരസ്പരം ഭയങ്കര സന്തോഷത്തിലാണ് നിൽക്കുന്നത്. പ്രതാപനോട് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, എനിക്കാകെ നീ മാത്രമേ ഉള്ളൂ, ആൺതരിയായിട്ടും പെൺതരിയായിട്ടൊക്കെ. നിന്നെ അവരെന്തെങ്കിലും ചെയ്യുമെന്നുള്ള കാര്യം എനിക്ക് ഒരു ഉറപ്പും ഇല്ലാതില്ല. കാരണം നീ ഇപ്പോൾ ഒരു ജയിൽ പുള്ളിയാണ്. നീ ഇങ്ങനെ ഒരു കുഞ്ഞിനെയൊക്കെ കൊല്ലാൻ ശ്രമിച്ചു. ആ കുഞ്ഞ് മരിച്ചു വല്ലതും പോയി കഴിഞ്ഞാൽ അത് വലിയ പ്രശ്നത്തിലോട്ട് പോകും. തൂക്കുകയറ് വല്ലതും നിനക്കെതിരെ വിധിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട്. വിധിച്ചാലും എനിക്കതൊരു കുഴപ്പമില്ലെന്നും അമ്മയും കരുണമോളും സന്തോഷമായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എന്നാലും ആ പിഞ്ചു കുഞ്ഞിനെ കൊല്ലണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിരുന്നില്ല. പക്ഷേങ്കിൽ കരുണമോൾക്ക് സന്തോഷമാകണമെങ്കിൽ അതൊക്കെ ചെയ്തല്ലേ മതിയാവുള്ളൂ. അതിനാണ് ഞാനും കൂട്ടുന്നത്. എന്തോ ആ കുഞ്ഞിനെ കൊല്ലാൻ പോയപ്പോൾ എന്ന് പറഞ്ഞപ്പോൾ മുതൽ എന്തോ മനസ്സിനകത്ത് വലിയൊരു നീറ്റിലാണ്. എന്തൊക്കെയോ തിരിച്ച് സംഭവിക്കാൻ പോകുന്നത് പോലെ എൻ്റെ മനസ്സ് പറയുന്നു. പ്രതാപ, നമ്മൾ ഈ ചെയ്യുന്നത് തെറ്റാണെന്ന് എനിക്കറിയാം. ഈ വയസ്സാം കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്യേണ്ടിയിരുന്നോ എന്നൊരു തോന്നലിപ്പോൾ. അമ്മ എന്തൊക്കെയാണ് പറയുന്നത്? ഇപ്പോൾ എവിടെ നിന്നാണ് അമ്മയ്ക്ക് ഇങ്ങനത്തെ ചിന്താഗതിയൊക്കെ വരുന്നത്? എല്ലാവരും എല്ലാവരുടെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണല്ലോ. ഇപ്പം തന്നെ ദുർഗ മാറി, ഇനിയിപ്പോൾ ഞാൻ വീണ്ടും വരുമ്പോൾ അമ്മയുടെ സ്വഭാവം മാറുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. മോനെ, എന്ത് ചെയ്യാനാ, എൻ്റെ മനസ്സിൽ ഇങ്ങനെയൊക്കെ തോന്നുന്നുണ്ട്. ഞാനിപ്പോൾ അത് നിന്നോട് തുറന്ന് പറഞ്ഞതാണ്. ആ കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളയാനൊക്കെ പറ, എന്നാൽ പിന്നെ അതോടെ കഴിഞ്ഞില്ലേ. എനിക്ക് നമ്മുടെ കരുണമ്മളുടെ സന്തോഷം തന്നെയാണ് വലുത് എന്നൊക്കെ മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് പ്രതാപനോട്. പ്രതാപനാണെങ്കിൽ പറയുന്നുണ്ട്, ആ അവനിപ്പോൾ വിളിച്ചിരുന്നു, അയാളാണേ പറഞ്ഞത് ഇങ്ങനെയാണ്. എന്താ പറഞ്ഞതെന്ന് മുത്തശ്ശി ചോദിക്കുന്നുണ്ട്. കുഞ്ഞിനെ എവിടെയോ കൊണ്ട് കളഞ്ഞിട്ടുണ്ട്, ഇനി എന്തായാലും തിരിച്ച് എത്തില്ല. തിരിച്ചെത്തിയാൽ തന്നെ അമ്മ പറഞ്ഞ ആ വിശ്വാസം ഞാൻ എന്നിൽ അർപ്പിക്കും. പിന്നീട് ഒരിക്കലും അവർക്കെതിരെ ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി പോവില്ല. അത് തീർച്ചയാണ്. ആ കുഞ്ഞിന് ദൈവശക്തി ഉണ്ടെങ്കിൽ അത് തിരിച്ച് അതിൻ്റെ വീട്ടിൽ എത്തുന്നതായിരിക്കും. അല്ലെങ്കിൽ അത് ഇന്നത്തോടെ അവസാനിക്കും അതിൻ്റെ കഥ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുഞ്ഞാണെങ്കിൽ ഭയങ്കരമായിട്ട് കരയുകയൊക്കെ ചെയ്യുന്നുണ്ട്. കുഞ്ഞിൻ്റെ കരച്ചിലൊന്നും മൈൻഡാക്കാതെ ഗുണ്ടകൾ തമ്മിലാണെങ്കിൽ പരസ്പരം പരിഹസിച്ചും ചിരിച്ചും കൊണ്ട് കുഞ്ഞിനെ എവിടെയെങ്കിലും കൊണ്ട് കളയണമെന്ന് ഭയങ്കരമായിട്ട് തന്നെ ചർച്ച ചെയ്യുന്നുണ്ട്. എന്ത് ചെയ്യാനാ, ഒരു പാവം കുഞ്ഞാണല്ലോ എന്ന് പോലും ആരും തന്നെ ചിന്തിക്കുന്നില്ല. കുഞ്ഞാണെങ്കിൽ ദൈവശക്തിയുള്ള ഒരാളാണെന്നൊക്കെ പറയുന്നുണ്ട് നമ്മുടെ ഡ്രൈവറോട്. നമ്മുടെ ഗുണ്ടയാണെങ്കിൽ, എന്തായാലും സാറേ പെട്ടെന്ന് തന്നെ ഇതിനെ കൊണ്ട് കളയാം, അതായിരിക്കും നല്ലത്. എന്തായാലും വലിയൊരു തിരിച്ചടി വരുന്നതിന് തന്നെ കൊണ്ട് കളയുന്നത് തന്നെയായിരിക്കും നല്ലതെന്നൊക്കെ അയാളും പറയുന്നുണ്ട്. കുഞ്ഞിനെ ഒരു ചവറുകൊട്ടയിൽ കളഞ്ഞിട്ട് ആ ഗുണ്ടയാണെങ്കിൽ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. തെരുവുനായകളുടെ ശല്യമുള്ള സ്ഥലത്താണ് കുഞ്ഞിനെ കൊണ്ട് കളഞ്ഞതെന്നുള്ള കാര്യം പ്രതാപനെ വിളിച്ച് അറിയിക്കുന്നുണ്ട്. ഇനി എന്തായാലും സാറും സാറിൻ്റെ മകളും വീട്ടുകാരൊക്കെ സന്തോഷമായിട്ടിരിക്കും. ആ കുഞ്ഞിനെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും വരില്ല. സാറിൻ്റെ മകളോട് വിളിച്ച് പറഞ്ഞേക്ക്, ഇനി എന്തായാലും സന്തോഷരാവ് തന്നെയായിരിക്കും, ഈ ഓണത്തിന് അടിച്ചു പൊളിച്ചേക്കാൻ പറഞ്ഞേക്കുന്നൊക്കെ ആ ഗുണ്ടയാണെങ്കിൽ പറയുന്നുണ്ട്. ഇതെല്ലാം കേട്ട പ്രതാപനാണെങ്കിൽ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ ഈ വിവരത്തെക്കുറിച്ച് കരുണയോട് വിളിച്ച് പറയുന്നുണ്ട്. കരുണയോട് വിളിച്ച് പറയുന്ന സമയത്ത് കരുണ ഈ ഒരു കാര്യം പറയുന്നത് മഞ്ജു കേൾക്കാൻ ഇടയാവുന്നുണ്ട്. അങ്ങനെ മഞ്ജുവിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയാണ് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് അവസാനിച്ചിരിക്കുന്നത്. അപ്പം മറ്റൊരു എപ്പിസോഡ് വരുമ്പോൾ